ഉന്മേഷ്, അതിവൈകാരിക നിമിഷങ്ങളിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. കാരണം ഡോക്ടറാകാൻ പറഞ്ഞയച്ച മകനാണ് ജീവനറ്റ ശരീരവുമായി ഈ വീട്ടിലേക്ക്, നെടുമങ്ങാടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അച്ഛനെയും അമ്മയെയും സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്തതാണ് എന്നുള്ളതാണ്. 1:30 സംസ്കാരം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 7 മണി മുതൽ ഈ സമയം വരെ പൊതുദർശനം തുടരുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ, വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കൾ, പ്രവർത്തകരടക്കം നിതിനെ അവസാനമായി കാണാൻ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിൽ ഇപ്പോഴും ഈ സങ്കടത്തിനിടയിലും സങ്കടക്കടലിനിടയിലും കുടുംബം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജാതി അധിക്ഷേപം, നിറത്തിന്റെ പേരിലുള്ള അപമാനം, അച്ഛന്റെ ജോലിയും വീടിന്റെ പശ്ചാത്തലവും അടക്കം പറഞ്ഞുകൊണ്ടുള്ള അപമാനം നിതിൻ രാജ് 22 വയസ്സുകാരനായിട്ടുള്ള വിദ്യാർത്ഥി നേരിട്ടു എന്നുള്ളതാണ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ കടുത്ത ജാതി അധിക്ഷേപം, അത് ഈ സ്റ്റാഫ് റൂമും ഓഫീസ് റൂമും അടക്കം വലിയ തരത്തിൽ അതിക്രമങ്ങൾ നടക്കുന്ന, അങ്ങനെയുള്ള പരാമർശങ്ങൾ നടക്കുന്ന റൂമാണ് എന്നുള്ളതാണ്. അല്പസമയം മുന്നേ നിതിൻ സുഹൃത്തുക്കളോട് സംസാരിച്ച ഓഡിയോ സംഭാഷണവും നമ്മൾ കേട്ടു. അതിൽ നിതിൻ ഈ ദുരനുഭവങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലം എന്താണ് നേരിട്ടത്, അതുപോലെ തന്നെ കൈയും കാലും വെട്ടുമെന്നാണ് ഒരു അധ്യാപകൻ, വകുപ്പ് മേധാവി വിദ്യാർത്ഥിയോട് പറയുന്നത്. അതുപോലെ തന്നെ പുഴുത്ത പട്ടി എന്നായിരുന്നു നിതിന്റെ ഈ കോളേജിലെ വിളിപ്പേര് എന്നുള്ളതാണ്. അതുപോലെ സഹപാഠികൾക്ക് മുന്നിൽ വരെ അധിക്ഷേപിക്കുന്നത് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുടുംബം മുന്നേയും ഇക്കാര്യങ്ങൾ സഹോദരികളോടടക്കം, സഹോദരന്മാരോടടക്കം പങ്കുവച്ചിട്ടുണ്ട്. ഈ കാര്യം പറയുന്നത്, ഈ കാര്യങ്ങൾ ഈ കുടുംബത്തോട് പങ്കുവച്ചപ്പോഴും അത് കുഴപ്പമാക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു 4 വർഷം പഠിച്ചിട്ട് മിടുക്കനായി തിരിച്ചു വരണമെന്നുള്ളതായിരുന്നു കുടുംബം പറഞ്ഞത്. ഇത്ര വലിയൊരു വിഷയം നിതിനുണ്ട് എന്നുള്ളത് കുടുംബവും മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ജാതി അധിക്ഷേപം, അച്ഛന്റെ ജോലിയും അമ്മയുടെ അസുഖവും വരെ ഈ കളിയാക്കലുകൾക്ക് പരിഹസിക്കാനുള്ള കാരണങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതിൽ HODക്കെതിരെ ഈ സങ്കടക്കടലിനിടയിലും, അല്ലെങ്കിൽ അവർ കരഞ്ഞു തളർന്നിരിക്കുമ്പോഴും ഈ HODയുടെ അടക്കം, അതുപോലെ തന്നെ അധ്യാപകരുടെ അടക്കം പേരെടുത്തു പറഞ്ഞാണ് ഇവർ വിമർശനം ഉന്നയിക്കുന്നത്. കാരണം ഈ നിതിൻ രാജ് തന്നെ മുന്നേ പറഞ്ഞ് ഇവർക്ക് സുപരിചിതമായിട്ടുള്ള പേരുകളാണ് ഈ അധ്യാപകരുടെ എന്നുള്ളതാണ്. അതുപോലെ മറ്റു കുട്ടികൾക്കും ഇതുപോലെ ഈ സഹപാഠികൾക്ക് നേരെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ റാഗിംഗ് പരാതി അടക്കം ഉന്നയിക്കുന്നുണ്ട്. സഹപാഠികളിൽ നിന്നടക്കം റാഗിംഗ് നേരിട്ടിരുന്നു. അത് നേരത്തെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ചക്കരക്കല്ല് പോലീസ്, കണ്ണൂർ ചക്കരക്കല്ല് പോലീസാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. അതിനുശേഷം ഇനി DGPക്ക് ഒരു സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകാനാണ് കുടുംബം മുന്നോട്ട് വരുന്നത്. കാരണം അവർ പറയുന്നത് ആത്മഹത്യ ചെയ്യാനിടയില്ല. കാരണം ഈ ശബ്ദ സംഭാഷണത്തിലടക്കം വലിയ ആത്മധൈര്യം നിതിന് കാണാനുണ്ട്. നിതിൻ തിരിച്ചു പറയുന്നു, അല്ലെങ്കിൽ ഞാൻ അതിനെ നേരിട്ടു എന്നുള്ളതാണ് ഈ ഓഡിയോ സംഭാഷണത്തിൽ നിതിൻ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക? കൂടാതെ ഞങ്ങളിൽ നിൽക്കുന്ന വീടടക്കം ഒരുപാട് വർഷക്കാലമായി വാടക വീട്ടിലാണ് നിതിൻ താമസിക്കുന്നത്. വലിയ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയതാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ. അതുകൊണ്ട് തന്നെ നിതിന് ആത്മഹത്യ ചെയ്യണമെങ്കിൽ മുന്നേ ആവാമായിരുന്നു. ഇത് ആത്മഹത്യയല്ല, കെട്ടിടത്തിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് സമഗ്ര അന്വേഷണം വേണമെന്ന് കുടുംബം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. SC/ST കമ്മീഷൻ കേസെടുക്കും എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത്. മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.